Walk. A walk is defined as a finite alternating sequence of vertices and edges beginning and ending with vertices such that each edge is incident with the vertices preceding the following it. നമ്മൾ പാത്ത് പഠിച്ച പോലെ തന്നെയാണ് ഈ വാക്ക് എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ആദ്യം വാക്ക് പറഞ്ഞിട്ട് പാത്ത് പറയും. നമുക്ക് നോക്കാം. വാക്കിന്റെ പ്രത്യേകത നോ എഡ്ജ് അപ്പിയർ മോർ ദാൻ വൺസ് ഇൻ എ വാക്ക്. 2 പ്രാവശ്യം ഒരു എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. വെർട്ടെക്സുകൾ റിപ്പീറ്റ് ചെയ്യാം. എ വെർട്ടെക്സ് ഹൗഎവർ മേ അപ്പിയർ മോർ ദാൻ വൺസ്. ഇവിടെ നോക്കി, ഒരു വാക്കിന് എക്സാമ്പിൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. B1 തുടങ്ങി എയിലൂടെ പോയി B2 എത്തി. B1 നിന്ന് തുടങ്ങി എയിലോട്ട് എത്തി, ദെൻ B2 എത്തി. B2 നിന്ന് Bയിലൂടെ B3 എത്തി. B2 നിന്ന് Bയിലൂടെ B3 എത്തി. B3 നിന്ന് C എന്ന ലൂപ്പിലൂടെ കറങ്ങി വീണ്ടും B3 എത്തി. C എന്ന ലൂപ്പിലൂടെ കറങ്ങി V3 എത്തി. കണ്ടോ, V3 അപ്പോൾ റിപ്പീറ്റ് ചെയ്തു. വാക്കിന്റെ കാര്യത്തിൽ V3 ഒരു വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ ഡിയിലൂടെ പോയി V4 എത്തി. ദെൻ ഈ V4 വീണ്ടും ഇയിലോട്ട് പോയിട്ട് V2 എത്തി. ഇയിലോട്ട് പോയി V2 എത്തി. കണ്ടോ, എന്ത് റിപ്പീറ്റ് ചെയ്തു? ഈ റിപ്പീറ്റ് ചെയ്തു. ദെൻ എഫിലൂടെ പോയി V5 എത്തി. എത്തി. അപ്പോൾ എന്തുണ്ടായത്? ഒരു വെർട്ടെക്സിലൂടെ തുടങ്ങി വേറെ എഡ്ജിലേക്ക് പോയി. ഒരു വെർട്ടെക്സിൽ നിന്ന് എഡ്ജ് അങ്ങനെ കണ്ടോ. V3ക്ക് മുമ്പ് B എന്ന എഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ C എന്ന എഡ്ജിന് മുമ്പ് V3 ഉണ്ട്. ഇങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാതെ പോകുന്നതിനെയാണ് വാക്ക് എന്ന് പറയാം. ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം, എഡ്ജുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ വെർട്ടെക്സുകൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് is a walk shown with heavy lines. A walk is also referred to as an edge train. ഇത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഹെവി ലൈൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ബോൾഡ് ചെയ്ത ലൈൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെ ബോൾഡ് ചെയ്ത ലൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊന്നും നമ്മുടെ വാക്കിൽ പെട്ടിട്ടില്ല. ഇഷ്ടംപോലെ ബോക്സ് വരയ്ക്കാം, ഞാൻ ഇപ്പോൾ ഒരെണ്ണം വരച്ചത് മാത്രം. എ വാക്ക്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എ വാക്ക് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ആൻ എഡ്ജ് ട്രെയിൻ ഓർ ചെയിൻ. വാക്കിന് മറ്റൊരു പേരാണ് എഡ്ജ് ട്രെയിൻ ഓർ ചെയിൻ. ദ സെറ്റ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് constitute a given walk in a graph G is clearly a subgraph of G. അപ്പോൾ ഒരു ഗ്രാഫിന്റെ ഒരു സബ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിനൊരു വാക്ക് വരച്ചാൽ മതി. ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സബ് ഗ്രാഫാണ്. വാക്ക് എന്ന് പറഞ്ഞ ഒരു സബ് ഗ്രാഫ്. അപ്പോൾ ഒരു സബ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു വാക്ക് ഉണ്ടാക്കി എഴുതിയാൽ മതി. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ വാക്ക് ടു ബിഗിൻ ആൻഡ് എൻഡ് അറ്റ് ദ സെയിം വെർട്ടെക്സ്. സച്ച് എ വാക്ക് ഈസ് കോൾഡ് എ ക്ലോസ്ഡ് വാക്ക്. എ walk that is not closed is called an open walk. അപ്പോൾ കണ്ടോ, ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നോക്കാം. ഫിഗർ എയിൽ ഒരു ക്ലോസ്ഡ് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റും. V2 തുടങ്ങി V2 തുടങ്ങി Bയിലൂടെ പോയി V3 എത്തി. C എന്ന ലൂപ്പിലൂടെ പോയി വീണ്ടും V3 എത്തി. ദെൻ ഡിയിലൂടെ പോയി V4 എത്തി. ഇയിലൂടെ പോയി വീണ്ടും V2 എത്തി. അപ്പോൾ V2 നിന്ന് തുടങ്ങി V2 തന്നെ എത്തി. അതിനാണ് ക്ലോസ്ഡ് വാക്ക് എന്ന് പറയാം. അപ്പോൾ ക്ലോസ്ഡ് വാക്ക് അല്ലാത്തതിന് എന്ന് പറയാം ഓപ്പൺ വാക്ക് എന്ന് പറയാം. ഒരു ഓപ്പൺ വാക്കിന് എക്സാമ്പിൾ എന്താ? നമുക്ക് ഇവിടെ നോക്കാം. V1 തുടങ്ങി എയിലൂടെ പോയി V2 എത്തി. Bയിലൂടെ പോയി V3 എത്തി. ഡിയിലൂടെ പോയി V4 എത്തി. ദാറ്റ് ഈസ് ക്ലോസ്ഡ് വാക്ക്. Sorry, that is open walk. At the heading, planar graphs. A graph is said to be planar if it can be drawn on a plane in such a way that no edges cross one another, except of course at common vertices. അതായത് ഒരു ഗ്രാഫിന്റെ പ്ലാനർ ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ എന്ത് പറയാം?
എഡ്ജസ് ക്രോസ് ചെയ്യാൻ പാടില്ല എക്സെപ്റ്റ് അറ്റ് ദി കോമൺ വെർട്ടെക്സ്. ഇപ്പം കോമൺ വെർട്ടിസസിൽ മാത്രം a graph is said to be planar if it can be drawn on a plane in such a way that no edges cross one another except of course at common vertices. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫിഗർ നോക്കുക, ഇതൊരു പ്ലാനർ ഗ്രാഫാണ്, കാരണം എന്താ ഇവിടെ എഡ്ജസുകൾ ക്രോസ് ചെയ്യുന്നില്ല. ഇതൊരു പ്ലാനർ ഗ്രാഫാണോ? ഒറ്റ നോട്ടത്തിൽ തോന്നും ബി ഒരു പ്ലാനർ ഗ്രാഫ് അല്ലാന്ന്. കാരണം എന്താ, ഈ എഡ്ജും ഈ എഡ്ജൂടെ കൂട്ടിമുട്ടി, ഈ എഡ്ജും കൂട്ടിമുട്ടിയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെ എന്തെന്ന് വരയ്ക്കാം, ഈ കിടക്കുന്ന എഡ്ജിനെ, ഈ പോയിട്ടുള്ള ഈ എഡ്ജിനെ നമുക്ക് മാറ്റി വരയ്ക്കാം. എപ്രകാരം? കണ്ടോ, ഇങ്ങനെ മാറ്റി വരച്ചു. അപ്പോൾ ഇവിടെ ഒന്നും കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പോൾ ഇത് പ്ലാനർ ഗ്രാഫാണ്. പക്ഷെ ഇത് എങ്ങനെ വരച്ചാലും കൂട്ടിമുട്ടും. കാരണം കണ്ടോ, ഈ ഒരു എഡ്ജ് കൂട്ടിമുട്ടുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡി ഒരു പ്ലാനർ ഗ്രാഫ് അല്ല. Suppose we draw a planar graph on the plane and take a sharp knife to cut along the edges. Then the plane will be divided into pieces that are called the region of the graph. അപ്പോൾ ഒരു പ്ലാനർ ഗ്രാഫ് എടുത്തിട്ട് നമ്മളിങ്ങനെ എഡ്ജസിനെ കട്ട് ചെയ്യാണ്. എന്നിട്ട് കിട്ടുന്ന ഗ്രാഫിനാണ് റീജിയൻസ് എന്ന് പറയുക, റീജിയൻസ് ഓഫ് ദി ഗ്രാഫ്. To be more formal, a region of a planar graph is defined to be an area of the plane that is bounded by edges. An area of the plane, അതൊരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം, a region of a planar graph is defined to be an area of the plane that is bounded by edges and is not further divided into subgraphs. അത് ബൗണ്ട് ചെയ്യപ്പെട്ട ഒരു ഏരിയ ആകണം, അതിനെ വേറെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. എഡ്ജസ് കൊണ്ട് ബൗണ്ട് ചെയ്ത് കിടക്കണം, പിന്നെ അതിനെ വേറെ ഡിവൈഡ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, നമ്മളിത് ഫിഗർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് നമ്മുടെ എ എന്ന പ്ലാനർ ഗ്രാഫ്. കണ്ടോ, എഡ്ജസ് ഒന്നും ക്രോസ് ചെയ്തിട്ടില്ല. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ മുറിക്കാം, ഇതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു റീജിയൻ കിട്ടും. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീജിയൻ കിട്ടും. ഈ കുഞ്ഞ പോർഷൻ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ റീജിയൻ കിട്ടും. ഈ ലാസ്റ്റ് പോർഷനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ റീജിയൻ കിട്ടും. ദെൻ പുറത്തത്തെ ഭാഗം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഉള്ളിലത്തെ എല്ലാം കട്ട് ചെയ്ത് പുറത്തേക്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ വേറെ റീജിയൻ കിട്ടും. ഇനി നോക്കാം. For example, a graph A has 5 regions as shown in figure B. Notice that cutting along the edge A, കണ്ടോ, ഈ എഡ്ജ് എയിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ ഒരു ഗ്രാഫ് കിട്ടുന്നില്ല. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എന്താ ഉണ്ടായേ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി, 8 കിട്ടി. അപ്പോൾ ഇതിവിടെ വന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവം കിട്ടുന്നില്ല, വേറെ ഗ്രാഫ് കിട്ടുന്നില്ല. അതുകൊണ്ട് എയിലൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല. Notice that cutting along the edge A does not further divide region 1 and cutting along the edge B, C and D, കണ്ടോ, ഈ ബിയിലൂടെയും സിയിലൂടെയും ഡിയിലൂടെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഗ്രാഫുകൾ കിട്ടുന്നില്ല. does not further divide the region 5. ഇപ്പോൾ ഈ 5 ഇപ്പോൾ ഇതാണ് റീജിയൻ എന്ന 5 എന്ന റീജിയൻ. അതിന് നമ്മൾ ഇങ്ങനെയൊന്നും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ റീജിയൻസ് ഒന്നും കിട്ടുന്നില്ല ഇവിടെ. അതുകൊണ്ട് എന്ത് മനസ്സിലായി, ഇങ്ങനെ ബി സി ഡിയിലൂടെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. A region is said to be finite. ഒരു റീജിയൻ ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാം, അതിന് ഏരിയ ഫൈനൈറ്റ് ആയിരിക്കണം. A region is said to be finite if its area is finite and is said to be infinite if its area is infinite. ഏരിയ ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് ഗ്രാഫ്, ഏരിയ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ഗ്രാഫ്. Clearly a planar graph has exactly one infinite region. ഒരു പ്ലാനർ ഗ്രാഫിന് ഒരേ ഒരു ഇൻഫൈനൈറ്റ് റീജിയൻ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇവിടെ കണ്ടോ, ഇതാണ് ഇൻഫൈനൈറ്റ് റീജിയൻ, പുറത്തേക്ക് മാത്രം എടുക്കുന്നതിന്. ഇതാണ് ഇൻഫൈനൈറ്റ് റീജിയൻ. Euler's formula for any connected planar graph v minus c plus r is equal to 2. ഇതാണ് Euler's formula എന്ന് പറയുന്നത്. Where v, e and r are numbers of vertices, edges and regions of the graph respectively. v എന്ന് പറഞ്ഞ vertices, e എന്ന് പറഞ്ഞാൽ edges, r എന്ന് പറഞ്ഞ region. For any connected planar graph, v minus c plus r is equal to 2, where v, e and r are the number of vertices, edges and regions of the planar of the graph respectively. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമുക്ക് നോക്കിയാൽ മതി, പ്രൂഫ് നോക്കുന്നില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക.